LDC സിലബസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ഈ ടോപ്പിക്കിൽ പ്രധാനമായും ചോദ്യങ്ങൾ വരുന്നത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളിൽ നിന്നാണ്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ 100 ഫാക്റ്റുകൾ, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള 100 ഫാക്റ്റുകളാണ് പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ മൈമെന്റർ PSC ആപ്പിൽ ഇപ്പോൾ SCERT ബേസ് ചെയ്തുള്ള ടെസ്റ്റ് എല്ലാ ദിവസവും കണ്ടക്ട് ചെയ്യുന്നുണ്ട് LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ ക്ലാസ്സിന്റെ PDF, ഈ ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന നോട്ടിന്റെ PDF മൈമെന്റർ PSCയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രവം അക്വസ് ദ്രവമാണ് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കണ്ണിലെ കലകൾക്ക്, ടിഷ്യൂസിന് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അപ്പോൾ കണ്ണിന്റെ ഘടന പഠിക്കുമ്പോൾ നമ്മൾ 2 ഫ്ലൂയിഡുകളെ പറ്റി പഠിക്കുന്നുണ്ട്, 2 ദ്രവങ്ങൾ, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും അല്ലേ? വിട്രിയസ് ദ്രവം എന്താ ചെയ്യുന്നത്? കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിന്റെ ആകൃതി, കണ്ണിന്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. നമുക്കിവിടെ കണ്ണിന്റെ ഘടന കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെൻസിന്റെ മുൻവശത്തായിട്ടാണ് അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവം കാണപ്പെടുന്നത്. ലെൻസിന്റെ പുറകിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. ഒരു ജെല്ല് പോലത്തെ ലിക്വിഡാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കണ്ണിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ബോൾ പോലത്തെ ഷേപ്പാണ് അല്ലേ? അപ്പോൾ ഇവിടെ മൊത്തം ഫില്ല് ചെയ്തിരിക്കുന്നത് വിട്രിയസ് ഹ്യൂമർ ആണ് അല്ലെങ്കിൽ വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ ആകൃതി, കണ്ണിന് ഷേപ്പ് കൊടുക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. നമുക്ക് മറ്റൊരു ഫാക്ട് പഠിക്കാം ഇവിടെ. ട്രക്കോമ ഇല്ലാതാക്കാൻ WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ പരിപാടി സേഫ്. കേട്ടോ, ഈ ഒരു പരിപാടിയെ പറ്റി ഓർത്ത് വെച്ചേക്കുക. ട്രക്കോമ എന്ന് പറയുന്നത് കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്, ഒരു അസുഖമാണ്, ഇൻഫെക്ഷനാണ്. അപ്പോൾ അതില്ലാതാക്കാൻ WHO ആവിഷ്കരിച്ച പൊതുജനാരോഗ്യ പരിപാടിയാണ് സേഫ് എന്ന് പറയുന്നത്. SAFE, സേഫ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ചെവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി, ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി. അപ്പോൾ നമ്മൾ ചെവിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം, ചെവിക്കുള്ളിലുള്ള 3 അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് അല്ലേ? ചെവിക്കുള്ളിലെ 3 അസ്ഥികളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി. അങ്ങനെ ഒരു ഫാക്ട് കൂടെ ഉണ്ട്. സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പോൾ നമുക്കിവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഈ അസ്ഥികളുടെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അസ്ഥികളുടെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കിവിടെ ഡയഗ്രാം കാണാനായിട്ട് സാധിക്കും. മാലിയസ് ഉണ്ട്, ഇൻഗസ് ഉണ്ട്, സ്റ്റേപ്പിസ് ഉണ്ട്. അപ്പം മാലിയസിന്റെ ഷേപ്പ് എന്താണ്? ആകൃതി എന്താണ്? ചുറ്റികയുടെ ആകൃതി. അപ്പൊ ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ്. ഇവിടെ കാണാനായിട്ട് സാധിക്കും, ചുറ്റികയുടെ ആകൃതിയിലാണ്. ഇനി അടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഇൻഗസ്. അടക്കല്ല്, നമ്മൾ അട വെക്കുന്ന കല്ലുണ്ടല്ലോ, അട വെക്കുന്ന കല്ല്. അപ്പോൾ അട വെക്കുന്ന കല്ലിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ ചരിഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ അടക്കല്ലിന്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ്. ഇനി അടുത്തത്, കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി സ്റ്റേപ്പിസ്. ഓക്കെ, അപ്പൊ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അപ്പൊ സ്റ്റേപ്പിസ് ഇവിടെ എന്താ പറഞ്ഞത്? കുതിര സവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിൽ. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, ഈ ഷേപ്പാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഈ കുതിര ഓടിക്കുന്നവർ, ഇപ്പോൾ കുതിര ഓടിക്കുമ്പോൾ ഈ കുതിര സവാരി ചെയ്യുന്ന ആളുടെ കാല് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഇതിനുള്ളിലേക്കായിരിക്കും കാല് കയറ്റി വെക്കുന്നത്. നമ്മൾ ഈ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ഫുട് റെസ്റ്റിൽ കാല് വെക്കുന്ന പോലെ തന്നെ ഫുട് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് കാല് കയറ്റി വെക്കുന്നത്. അപ്പോൾ ആ ആകൃതിയിലുള്ള കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അപ്പോൾ ആദ്യം മാലിസ്, നടുക്കാണ് ഇൻഗസ് വരുന്നത്, അത് കഴിഞ്ഞ് സ്റ്റേപ്പിസ്. ഇവിടെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, ഏറ്റവും ചെറിയ ബോൺ. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. പലർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റ് ആയിരിക്കും. മനുഷ്യ ശരീരത്തിലെ ആകെ ബോണുകളുടെ എണ്ണം, അസ്ഥികളുടെ എണ്ണം 206 ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ, ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്, GM എന്ന് വിളിക്കും. GM, ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. നമ്മുടെ ഈ പുറകിലെ ഹിപ്പിലും ബട്ടോക്സിനും അത്രയും ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പേശിയാണ്, പുറകിലുള്ള പേശിയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത്. അതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഓക്കെ, അടുത്തത്, പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്.
കേട്ടോ, പ്രീവിയസ് ചോദ്യമാണ്, കഴിഞ്ഞ 10th പ്രിലിംസിലൊക്കെ ചോദിച്ചതാണ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. ഓക്കെ, അടുത്തത് അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അക്ഷാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ആക്സിയൽ സ്കെൽറ്റൺ അല്ലേ, ആക്സിയൽ സ്കെൽറ്റണിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അപ്പൻഡിക്കുലർ സ്കെൽറ്റനിലെ അസ്ഥികളുടെ എണ്ണം 126 ആണ് കേട്ടോ. അപ്പൊ ആക്സിയലില് 80, അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80, അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. 80, 126 ഈ 2 നമ്പറുകൾ ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം, നവജാത ശിശുവിന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. നവജാത ശിശുവിന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. നമുക്കിവിടെ നട്ടലിന്റെ ഡയഗ്രാം കാണാനായിട്ട് സാധിക്കും. ഇവിടെ നട്ടൽ എന്ന് വെച്ചാൽ ഇതാണല്ലേ. അപ്പൊ നട്ടല് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബോണുകൾ, അതായത് ഈ ചെറിയ ചെറിയ ബോണുകൾ ഡിസ്ക് വെച്ച് കണക്ട് ചെയ്താണ്, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഡിസ്കുകളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നട്ടൽ രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഓരോ ബോണുകളെയാണ് വെർട്ടിബ്രേ എന്ന് വിളിക്കുന്നത്. കശേരുക്കൾ എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രേ ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം, ഇതിനെയാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അപ്പൊ നവജാത ശിശുവിൽ, അതായത് ഇൻഫന്റ്, ജനിച്ച കുട്ടിയുടെ നട്ടലിലെ ഈ കശേരുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 33 ഉണ്ടാവും കേട്ടോ. 33 ഉണ്ടാവും. നമ്മൾ വലുതാകും തോറും, അതായത് അഡൾട്ടൊക്കെ ആവുന്ന സമയത്ത് ഇതിന്റെ എണ്ണം കുറയും, 30 കുറയും. അത് കുറയുന്നതിന് കാരണം വെച്ചാൽ അത് ഇല്ലാതാകുകയല്ല ചെയ്യുന്നത്. ഇതിൽ ചില വെർട്ടിബ്രേ എന്താണ് ജോയിൻ ചെയ്യും, അത് ഇൻഫ്യൂസ് ചെയ്ത് ഒന്നായി മാറും. അങ്ങനെയാണ് അത് കുറയുന്നത്. അപ്പോൾ മുതിർന്ന ആൾക്കാരിൽ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയിലെ അസ്ഥിയാണ് അല്ലേ. നമ്മുടെ തലയോട്ടിയിൽ നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന അസ്ഥി ഏതാണ്? നമ്മുടെ ജോബോൺ ആണ് അല്ലേ, കീഴ്ത്താടി അല്ലേ. ഇത് മാത്രമേ നമുക്ക് ചലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ് കേട്ടോ. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം. അടുത്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഓക്കെ, അടുത്തത്, അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ടെൻഡൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്ഥികളെയും പേശികളെയും, അതായത് ബോണും മസിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പടത്തിൽ കാണാനായിട്ട് സാധിക്കും. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം ഭാഗങ്ങൾ അല്ലേ. നമുക്ക് ലിഗമെന്റ് പൊട്ടി, ലിഗമെന്റ് ഇഞ്ചുറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ലിഗമെന്റ്? അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചരട് പോലുള്ള ഭാഗത്തെയാണ് ലിഗമെന്റുകൾ എന്ന് പറയുന്നത്. അസ്ഥിയെയും പേശിയെയും കണക്ട് ചെയ്യുന്നതിനെ ടെൻഡൻ എന്ന് പറയും അല്ലേ. ടെൻഡൻ, ലിഗമെന്റ്. ടെൻഡൻ അസ്ഥി, പേശി, ലിഗമെന്റ് അസ്ഥിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ലോകത്തിൽ ആദ്യമായി ഗർഭസ്ഥ ശിശുവിന്റെ മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യം USA ആണ് കേട്ടോ. 2023 അമേരിക്കയിലാണ് ഗർഭസ്ഥ ശിശുവിന്റെ, ഫീറ്റസിന്റെ അതല്ലേ, ഗർഭസ്ഥ ശിശുവിന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് വയറ്റിൽ വെച്ച് തന്നെ മസ്തിഷ്ക ശസ്ത്രക്രിയ, ബ്രെയിൻ സർജറി നടത്തിയ രാജ്യം USA ആണ്. 2023 നടത്തിയത്. ഓക്കെ, അടുത്തത്, ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ആണ്. അത് എന്തിനു സഹായിക്കുന്നു? പ്ലാസ്മയിൽ ആന്റിബോഡികൾ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. ഗ്ലോബുലിൻ ആണ് കേട്ടോ. അടുത്തത്, ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. WBC അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പണ്ടുതൊട്ടേ അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. WBC കേട്ടോ. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണു ബേസോഫിൽ ആണ് കേട്ടോ. ബേസോഫിലാണ് ഹെപ്പാരിൻ നിർമ്മിക്കുന്നത്. ഹെപ്പാരിൻ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു. ഈ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അത് ആന്റി കൊയാഗുലന്റ് ആണ്. അതായത് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത് അത് തടയുന്ന, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന തടയുന്ന
ാണ് ആൻറ്റി കോയാഗുലൻ്റ് എന്ന് പറയുന്നത്. ഹെപ്പാരിൻ ഒരു ആൻറ്റി കോയാഗുലൻ്റ് ആണ്. നമ്മളിപ്പോൾ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ എന്ന് കേട്ടിട്ടില്ല, അതായത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ബ്ലഡ് ക്ലോട്ടൊക്കെ ശരീരത്തുണ്ടാവുകയാണെങ്കിൽ അത് തടയാനായിട്ട് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേതരക്താണുവാണ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെല്ലാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. വൈറ്റ് ബ്ലഡ് സെല്ലാണ് ശ്വേതരക്താണുവാണ് ബേസോഫിൽ. അടുത്തത്, രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ ആണ് കേട്ടോ. അഗ്ലൂട്ടിനേഷൻ ആണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരുന്ന ഗ്രൂപ്പുകൾക്ക് മാത്രമേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്, ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പോലും ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ രീതിയിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് മാറിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ കേട്ടോ. അപ്പോൾ രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് അഗ്ലൂട്ടിനേഷൻ. അടുത്തത്, കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഹീമോപ്യൂവർ, പോളിഹീം. ഇത് രണ്ടും കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങളാണ്. ഈ രണ്ട് വാക്കുകൾ പഠിച്ചു വയ്ക്കുക, ഹീമോപ്യൂവറും പോളിഹീമും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഇതുവരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും രക്തം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ രണ്ട് കണ്ടെത്തലുകളുണ്ട്, രണ്ട് പ്രോഡക്റ്റുകളുണ്ട്, ഹീമോപ്യൂറും പോളിഹീമും. ഓക്കെ, അടുത്തത്, രക്തപരിശോധനാ വേളയിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു EDTA ആണ്, എത്തിലിൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. EDTA ആണ് രക്തപരിശോധനാ വേളയിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അപ്പോൾ ഇവിടെ EDTA ഉപയോഗിക്കുന്നത് എന്തിനാണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ. രക്തം പരിശോധിക്കുന്ന സമയത്ത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, ആ സമയത്ത് രക്തം കട്ടിയാവാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് EDTA, എത്തിലിൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. നമ്മൾ നേരത്തെ ഹെപ്പാരിൻ പഠിച്ചതാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഹെപ്പാരിൻ സഹായിക്കുന്നു പഠിച്ചു. അവിടെ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഹെപ്പാരിൻ. ഇവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ, രക്തം പരിശോധിക്കുന്ന സമയത്ത് അത് രക്തം കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് EDTA, എത്തിലിൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കാതിരിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ ഉണ്ടായാൽ അതിനുള്ള കാരണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അതായത് നമുക്കിപ്പോൾ രക്തം കട്ട പിടിക്കുന്നില്ല, ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, രക്തസ്രാവം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റാണ് APTT, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. APTT ആണ് ആ ടെസ്റ്റ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ രക്തം കട്ട പിടിക്കാതെ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ രക്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റാണ് APTT. ഓക്കെ, അടുത്ത ചോദ്യം, ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമിനിയോണിലെ ദ്രാവകം, അമിനിയോട്ടിക് ദ്രവം കേട്ടോ. ഫീറ്റസ് ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമിനിയോണിലെ ദ്രാവകം ആണ് അമിനിയോട്ടിക് ദ്രവം, അമിനിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, അതാണ് ഫീറ്റസിന്, ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്നത്. അടുത്തത്, ഗർഭസ്ഥ ശിശുവിന്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനം അമിനിയോസിന്തസിസ് ആണ് കേട്ടോ. അമിനിയോസിന്തസിസ് ആണ് ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക വൈകല്യങ്ങൾ, ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള സംവിധാനമാണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റാണ് അമിനിയോസിന്തസിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ ഈ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് നടത്താനായിട്ട് പറ്റും. ഈ ഡൗൺ സിൻഡ്രോംസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമാണ് അമിനിയോസിന്തസിസ്. ഓക്കെ, അടുത്തത്, ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ആണ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ. പീനിയൽ ഗ്രന്ഥിയാണ് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയാണ്, പീനിയൽ ഗ്ലാൻഡ് ആണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. ഈ മെലാറ്റോണിനാണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത്. അടുത്തത്, മനുഷ്യനിലെ വൈകാരികാവസ്ഥ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ ആണ്. മനുഷ്യനിലെ വൈകാരികാവസ്ഥ, അതായത് നമ്മുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് സെറോട്ടോണിനാണ് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വൈകാരികതയൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് സെറോട്ടോണിനാണ് കേട്ടോ. അടുത്തത്,
മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അടുത്ത ചോദ്യം, ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. സ്റ്റാർലിംഗ് ആണ് കേട്ടോ. E.H. സ്റ്റാർലിംഗ് ആണ്. ഏണസ്റ്റ് ഹെൻറി സ്റ്റാർലിംഗ് എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ E.H. സ്റ്റാർലിംഗ് ആണ് ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് 1905. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഹോർമോൺ കണ്ടുപിടിച്ചതും. അതിൻ്റെ പേര് സെക്രീറ്റിൻ എന്നാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഗ്യാസ്ട്രിക് ആസിഡിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ. 1902 കണ്ടുപിടിച്ചത്. 1902 സെക്രീറ്റിൻ എന്ന ഹോർമോൺ ആദ്യമായിട്ട് ഹോർമോൺ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, അടുത്തത്, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ എന്നിവയ്ക്ക് കാരണമായ ഹോർമോൺ കോർട്ടിസോൾ ആണ് കേട്ടോ. കോർട്ടിസോൾ നമ്മളിപ്പോൾ മിക്കവാറും കേൾക്കുന്ന ഒരു ഹോർമോണാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ കൂടുമെന്ന് പറയും അല്ലേ. സ്ട്രെസ് ഹോർമോൺസ് എന്നും പറയാറുണ്ട് കോർട്ടിസോളിനെ. അപ്പോൾ ഇത് അഡ്രീനൽ ഗ്രന്ഥിയാണ് ഈ ഹോർമോൺ, കോർട്ടിസോൾ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കി വെച്ചേക്കുക. അടുത്തത്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളാണ്. നമ്മുടെ പാൻക്രിയാസിലുള്ള ഒരു കൂട്ടം കോശങ്ങളെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. പാൻക്രിയാസിലാണ് ഇൻസുലിൻ. ഓക്കെ, അടുത്ത ചോദ്യം, 2 വൃക്കകളിലുമായി 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെങ്കിൽ GFR. അപ്പോൾ എന്താണ് GFR? 2 വൃക്കകളിലുമായി 1 മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ അളവാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അത് ഏകദേശം 127 ml ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 125 ml. ഓക്കെ, അപ്പോൾ GFR എന്താണെന്ന് നോക്കി വെച്ചേക്കുക. അടുത്തത്, 1 മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 ml കേട്ടോ. 1 മിനിറ്റിൽ വൃക്കയിൽ വെച്ച് 1 ml ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി, യൂറിനായിട്ട് മാറുന്നു. അടുത്തത്, മൂത്രത്തിലെ ആൽബമിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഹെല്ലേഴ്സ് ടെസ്റ്റ് ആണ് കേട്ടോ. മൂത്രത്തിൽ ആൽബമിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. നമ്മളിപ്പോൾ മൂത്രമൊക്കെ, യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൽബമിന്റെ അളവ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, കാണാറുണ്ട് ടെസ്റ്റ് റിപ്പോർട്ടിലൊക്കെ. അപ്പോൾ ആ ടെസ്റ്റാണ്, ആൽബമിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. ഈ ആൽബമിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ, കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആൽബമിൻ എന്ന് പറയുന്നത്. ആൽബമിൻ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമുക്ക് കിഡ്നിക്കൊക്കെ പ്രശ്നമാണ്, ലിവറിനൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അടുത്ത, വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം കാഡ്മിയം കേട്ടോ. വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു മൂലകമാണ് കാഡ്മിയം എന്ന് പറയുന്നത്. അടുത്തത്, മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥ പ്രോട്ടീനൂറിയ. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. ആൽബമിനൂറിയ എന്നും ഇതിന് പറയും കേട്ടോ. പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ ആൽബമിനൂറിയ എന്നും ഈ രോഗാവസ്ഥയെ പറയും. എന്താണ് രോഗാവസ്ഥ? മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥ, അതിനെയാണ് ആൽബമിനൂറിയ അല്ലെങ്കിൽ പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ലിവറാണ്, കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, ഏറ്റവും വലിയ ഗ്ലാൻഡ്. ഓക്കെ, കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ പ്രോത്രോംബിൻ, ഫൈബ്രിനോജിൻ, ആൽബുമിൻ. ഈ 3 പ്രോട്ടീനുകളും കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. നമുക്ക് ആൽബുമിൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. അതുകൂടാതെ പ്രോത്രോംബിൻ, ഫൈബ്രിനോജിൻ. അടുത്തത്, കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓർണിത്തൈൻ പരിവർത്തി. ഓർണിത്തൈൻ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ പരിവർത്തിയാണ് കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ. നമ്മുടെ കരളിൽ എക്സസ് ആയിട്ടുള്ള അമോണിയയാണ് യൂറിയ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഓർണിത്തൈൻ പരിവർത്തി അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ എന്ന് പറയുന്നത്.
അടുത്തത്, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല. സിമന്റമാണ് കേട്ടോ, സിമന്റമാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല, അല്ലെ? ജോയിനിങ് ടിഷ്യൂ എന്ന് പറയുന്നത് സിമന്റമാണ്. അടുത്തത്, ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദാണ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ് റാഫിയുദ്ദീൻ അഹമ്മദാണ്. ആധുനിക ഇന്ത്യൻ ദന്ത ചികിത്സയുടെ പിതാവ്. ഓക്കെ, റാഫിയുദ്ദീൻ അഹമ്മദ്. അടുത്ത ചോദ്യം, 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥ, പരിധീയ നാഡീവ്യവസ്ഥ. 12 ജോഡി ക്രേനിയൽ നെർവുകളും 31 ജോഡി സ്പൈനൽ നെർവുകളും ചേർന്ന നെർവ് സിസ്റ്റമാണ് പെരിഫറൽ നെർവ് സിസ്റ്റം അഥവാ പരിധീയ നാഡീവ്യവസ്ഥ കേട്ടോ. പെരിഫറൽ നെർവ് സിസ്റ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പരിധീയ നാഡീവ്യവസ്ഥ. 12 ജോഡി ശിരോനാഡികളുമുണ്ട്, 31 ജോഡി സുഷുമ്നാ നാഡികളുമുണ്ട്, സ്പൈനൽ നെർവുകളും ഉണ്ട് കേട്ടോ. 12, 31 രണ്ട് നമ്പറുകളും ഓർത്തു വെച്ചേക്കുക. അടുത്തത്, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലീൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന കോശങ്ങൾ കൊണ്ടാണ് മൈലിൻ ഷീത്ത്, നമ്മുടെ തലച്ചോറിലെയും സ്പൈനൽ കോഡിലൊക്കെ ഉള്ള മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന കോശങ്ങൾ കൊണ്ടാണ്. അടുത്തത്, ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ നാഡീയ പ്രേഷകം. ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ നാഡീയ പ്രേഷകം എന്ന് വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളീൻ ആണ്. അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോണിനും പേശീകോശത്തിനും ഇടയിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസറ്റൈൽ കൊളീനൊക്കെ കുറയുമ്പോഴാണ് നമുക്ക് അൽസൈമേഴ്സ് പോലുള്ള മറവി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്, അൽസൈമേഴ്സ് രോഗം മൂലമുണ്ടാകുന്ന ഹ്രസ്വകാല മറവി രോഗം പ്രതിരോധിക്കുന്നതിനായി IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സംവിധാനം ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ് കേട്ടോ, ഒരു സംവിധാനമാണ്. എന്താ, അൽസൈമേഴ്സ് രോഗം മൂലമുണ്ടാകുന്ന ഹ്രസ്വകാലം ഷോർട്ട് ടേം മെമ്മറി ലോസ് പ്രതിരോധിക്കുന്നതിനായി IIT ഗുവാഹത്തിയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിന്റെ പേരാണ് ട്രോജൻ ഹോഴ്സ്. ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ട്രോജൻ ഹോഴ്സ് എന്നാണ് ആ വാക്ക്. IIT ഗുവാഹത്തിയിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്. ആ സംവിധാനം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അൽസൈമേഴ്സ് രോഗം മൂലമുണ്ടാകുന്ന ഷോർട്ട് ടേം മെമ്മറി ലോസ്, ഹ്രസ്വകാല മറവി രോഗം അല്ലെങ്കിൽ മറവി പ്രതിരോധിക്കുന്നതിനായിട്ട് വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ് കേട്ടോ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനം എന്ന് പറയുന്ന വോളണ്ടറി ആക്ടിവിറ്റീസ്, വോളണ്ടറി മൂവ്മെന്റുകൾ. അതായത് വോളണ്ടറി മൂവ്മെന്റ് വെച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, അല്ലെ, നമ്മൾ കൈ പൊക്കുന്നത്, കാല് പൊക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന മൂവ്മെന്റുകളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. നമ്മുടെ തലച്ചോറിലെ സെറിബ്രമാണ് അങ്ങനെയുള്ള മൂവ്മെന്റുകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെയോ, അതായത് ഇൻവോളണ്ടറി മൂവ്മെന്റുകൾ, ഇൻവോളണ്ടറി ആക്ടിവിറ്റികൾ, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയമിടിപ്പൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ, ഇൻവോളണ്ടറി മൂവ്മെന്റുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. തലാമസ് ആണ്, തലച്ചോറിലെ തലാമസ് ആണ്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ്? സെറിബ്രോസ്പൈനൽ ദ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്പൈനൽ കോഡിലാണെങ്കിലും ബ്രെയിനിലാണെങ്കിലും മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണം ഉണ്ടല്ലേ, നമുക്ക് ഈ ബ്രെയിനിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈ തലയോട്ടിക്കകത്തും ബ്രെയിനിനും ഇടയിലായിട്ടും മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു 3 ലെയർ ഉള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ആ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ്, ഒരു ഷോക്ക് അബ്സോർബർ പോലെ കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ വാക്ക്, സെറിബ്രോസ്പൈനൽ ദ്രവം. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന.
മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന. ഞാനിപ്പോൾ പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ തലച്ചോറിനെയൊക്കെ പൊതിയുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പൊതിയുന്ന 3 ലെയറുള്ള മെംബ്രെയിനാണ്, ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിൽ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ, അതിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. മെനിഞ്ചൈറ്റിസ്, നമ്മുടെ മസ്തിഷ്ക ജ്വരം എന്നൊക്കെ പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന. എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. അതാണ് മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന. ഓക്കെ, അടുത്ത ചോദ്യം. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പൈലോറിക് ഗ്രന്ഥിയാണ് ഗ്യാസ്ട്രിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പൈലോറിക് ഗ്ലാൻഡ് ആണ് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത്, കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന പ്രക്രിയയിലൂടെയാണ്, അല്ലെങ്കിൽ ആ പ്രക്രിയയിലൂടെയാണ് എന്താണ്? കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നത്, കൊഴുപ്പിനെ, ഫാറ്റിനെ. കേട്ടോ. അടുത്തത്, ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഈലിയം. ഈലിയം എന്ന ഭാഗമാണ് ചെറുകുടലിന്റെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഈലിയമാണ്. അടുത്തത്, വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗം കോളൻ ആണ്. കേട്ടോ, കോളൻ. ആ വാക്ക് നമ്മൾ ചിലപ്പോൾ കേട്ടുള്ള വാക്കാണ്, കോളൻ എന്ന് പറയുന്നത്. വൻകുടലിന്റെ ഭാഗമാണ്, വൻകുടലിന്റെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും വലിയ ഭാഗമാണ് കോളൻ എന്ന് പറയുന്നത്. ചെറുകുടലിന്റെയോ? ഈലിയം. ഓക്കെ, അടുത്ത ചോദ്യം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം, ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ. നമ്മുടെ ലങ്സിനെ ആവരണം ചെയ്തിരിക്കുന്ന, പൊതിഞ്ഞിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ, അതിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. കേട്ടോ, പ്ലൂറ എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് അൽവിയോള. അൽവിയോൾസ് എന്നാണ് ശ്വാസകോശത്തിലെ വായു അറകൾ. ഒരുപാട് എയർ സാക്സ് ഉണ്ട്. അപ്പോൾ അതറിയപ്പെടുന്നത് അൽവിയോള എന്നാണ്, അൽവിയോളകൾ. അപ്പോൾ ശ്വാസകോശത്തിലെ വായു അറകൾ അറിയപ്പെടുന്നത് അൽവിയോള. കേട്ടോ, അൽവിയോൾസ്. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തിൻ ആണ്. കേട്ടോ, ലെസിത്തിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ് വായു അറകൾ അടഞ്ഞു പോകാതിരിക്കാൻ, എന്താണ്, അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു. വായു അറകൾ ഏതൊക്കെയാണ്? അൽവിയോളയാണ് അല്ലേ, അൽവിയോളയാണ് വായു അറകൾ. അത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ. അടുത്തത്, വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ മാക്രോഫേജുകൾ. ലങ്സിലെ മാക്രോഫേജുകൾ എന്ന് പറയുന്ന സെല്ലുകളാണ്, കോശങ്ങളാണ്, ഒരു പ്രതിരോധ കോശങ്ങളാണ് മാക്രോഫേജുകൾ. ആ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൽ പോകുന്ന പൊടിപടലങ്ങളെയൊക്കെ, എന്താണ്, രോഗാണുക്കളെയും പൊടിപടലങ്ങളെയൊക്കെ എന്താണ്, വിഴുങ്ങി അതിനെ, അല്ലെങ്കിൽ പ്രതിരോധിച്ച് അതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ആ കോശങ്ങളുടെ പേരാണ് മാക്രോഫേജുകൾ. ഇതിനെ ഡസ്റ്റ് സെല്ലുകളെന്നും പറയുന്നുണ്ട്. ഡസ്റ്റ് എന്ന് വെച്ചാൽ പൊടിയല്ലേ, ഡസ്റ്റ് സെല്ലുകളെന്നും പറയും. ഒരു ടൈപ്പ് ഓഫ് ശ്വേതരക്താണുക്കളാണ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അടുത്തത്, ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകൾ. എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് ശ്വാസകോശ പട്ടാളം അല്ലേ. പട്ടാളം എന്താണ്? ചെറുത്ത് നിൽക്കുക, പ്രതിരോധിക്കുക അല്ലേ. അണുക്കളെയും മറ്റ് പൊടിപടലങ്ങളെയൊക്കെ എന്താണ്? പ്രതിരോധിക്കുക, എന്നിട്ട് ലങ്സിനെ സംരക്ഷിക്കുക. അപ്പോൾ മാക്രോഫേജുകളെ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നു അല്ലേ, ലങ്സിന്റെ പട്ടാളം എന്നറിയപ്പെടുന്നു. അടുത്തത്, ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരിക്കാർഡിയം. കേട്ടോ, പെരിക്കാർഡിയം. അപ്പോൾ നമ്മളിപ്പോൾ ബ്രെയിനിനെ പൊതിഞ്ഞിരിക്കുന്ന, അല്ലെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും പൊതിയുന്നത് മെനിഞ്ചസ് എന്ന് പഠിച്ചു. അതുപോലെ ശ്വാസകോശത്തെ പൊതിയുന്നത് ശ്വാസകോശത്തെ പൊതിയുന്നത് പ്ലൂറയാണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. ഹൃദയത്തെ, ഹാർട്ടിനെ പൊതിയുന്നത് പെരിക്കാർഡിയം. അതും ഇരട്ട സ്ഥലമുള്ള ആവരണമാണ്, ഡബിൾ ലെയർഡ്, 2 ലെയറുകളുള്ള ആവരണമാണ് പെരിക്കാർഡിയം. അടുത്തത്, മനുഷ്യഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ ഏട്രിയങ്ങൾ അല്ലേ. നമുക്കറിയാവുന്നുണ്ട് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഹൃദയത്തിന്റെ ഘടന പഠിക്കുമ്പോൾ. ഏട്രിയങ്ങൾ അല്ലെങ്കിൽ ഓറിക്കിളുകൾ എന്നും ഇതിനെ പറയുന്നു. കേട്ടോ, ഓറിക്കിളുകൾ അല്ലെങ്കിൽ ഏട്രിയങ്ങൾ. കൂടുതലായിട്ട് നമ്മൾ ഏട്രിയം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ, മുകളിലത്തെ അറകളാണ് ഏട്രിയങ്ങൾ. അതുപോലെ താഴെയും 2 അറകളുണ്ട് അല്ലേ, താഴെയും അറകളുണ്ട്. അതിനെ വെൻട്രിക്കിളുകൾ എന്ന് പറയുന്നു, വെൻട്രിക്കിൾസ് എന്ന് പറയുന്നു. മനുഷ്യ ഹൃദയത്തിന്റെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. അപ്പോൾ മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ ഏട്രിയം, താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. ഓക്കെ, താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ.
ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കറ്റ ആണ് കേട്ടോ. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ശരീരത്തിലെ ഇൻവോളണ്ടറി ആയിട്ടുള്ള അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കറ്റ ആണല്ലേ, തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലോങ്കറ്റയാണ്. ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണല്ലേ, സ്വന്തമായിട്ട് അത് ഇടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കറ്റ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലി ലിറ്റർ ആണ് കേട്ടോ. 70 മില്ലി ലിറ്റർ രക്തമാണ് ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ, കോൺട്രാക്ട് ചെയ്യുമ്പോൾ ധമനികളിലേക്ക്, ആർട്ടറികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലി ലിറ്റർ ആണ്. 70 മില്ലി ലിറ്റർ കേട്ടോ. 70 ml ആണ് കേട്ടോ, ml ആണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, ഈ പറഞ്ഞ പോലെ ഹൃദയം, അതായത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആർട്ടറിയിൽ എന്താണ്, ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം, പ്രഷർ എത്രയാണ്? 120 mm ആണ്. 120 mm/Hg ആണ് കേട്ടോ. മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്നാണ് ആ യൂണിറ്റിനെ പറയുന്നത്. അപ്പോൾ 120 ആണ്. അതിനെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നു. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നു. അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ ആർട്ടറിയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ആ പമ്പ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിൽ ഉണ്ടാകുന്ന, ധമനികളിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അത് 120 mmHg ആണ്, Hg ആണ്. അടുത്തത്, ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം. അതായത് ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ, കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിലെ മർദ്ദം കുറയുന്നു. അതിനെ ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് പറയുന്നത്. ആ കുറഞ്ഞ മർദ്ദത്തെ ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് പറയുന്നത്. അത് 80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ്, 80 ആണ്. അപ്പോൾ 120, 80. നമ്മുടെ ഇപ്പോൾ BP ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ എന്താണ് നോർമൽ ആയിട്ടുള്ള റേഞ്ച് 120, 80 ആണ്. ഇത് കൂടിക്കഴിഞ്ഞാലാണ് ഹൈ BP എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 120, 80. നിങ്ങൾ പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വാക്കെന്ന് വെച്ചാൽ സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ. സിസ്റ്റോളിക് പ്രഷറാണ് കൂടിയ പ്രഷർ, അതായത് ഹൃദയം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ അല്ലേ, കോൺട്രാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നു, അതാണ് സിസ്റ്റോളിക് പ്രഷർ. 120 ആണ്. റിലാക്സ് ചെയ്യുമ്പോൾ എന്താണ്, അത് വിശ്രമിക്കുമ്പോൾ, ഹൃദയം വിശ്രമിക്കുമ്പോൾ, റിലാക്സ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന കുറഞ്ഞ പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ. അത് 80 ആണ്, 80 ആണ് കേട്ടോ. അപ്പോൾ 120, 80. സിസ്റ്റോളിക്ക്, ഡയസ്റ്റോളിക്ക് 120, 80. ഓക്കെ, അടുത്തത്, കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. അമേരിക്കക്കാരനായ വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് കേട്ടോ. പേസ് മേക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അല്ലേ. പേസ് മേക്കർ ഒരു ഡിവൈസാണ്, ബാറ്ററി കൊണ്ട് എന്താണ് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. നമ്മുടെ നെഞ്ചിൽ സർജറി ഒക്കെ ചെയ്ത് അകത്ത് വെക്കുന്നതാണ് അല്ലേ, നമ്മുടെ ശരീരത്തിനകത്ത് വെക്കുന്നതാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് കുറയാതിരിക്കാൻ അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂട്ടാനായിട്ട്, നിലനിർത്താനായിട്ട് വെക്കുന്ന ഒരു ബാറ്ററി വെച്ചുള്ള ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്, അമേരിക്കക്കാരനാണ്. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് അല്ലെ. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ജീവശാസ്ത്രം, ബയോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ് കേട്ടോ. ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ് ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്, സുവോളജി, ഫാദർ ഓഫ് സുവോളജി എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ബയോളജി, ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിലാണ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ്, സസ്യശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത്, മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം, മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ സയന്റിഫിക് ബുക്ക്, ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം എന്തിനെ പറ്റി, ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള, അതാണ് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക. ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്കയാണ് മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള, ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം, ബുക്ക്. അത് എഴുതിയത് ആൻഡ്രിയാസ് വെസാലിയസ് ആണ്. അത് എഴുതിയത് ഡി ഹ്യൂമാനി കോർപ്പോറിസ് ഫാബ്രിക്ക എന്ന മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള ആദ്യ ശാസ്ത്രീയ ഗ്രന്ഥം എഴുതിയത് ആൻഡ്രിയാസ് വെസാലിയസ് ആണ് കേട്ടോ. ആൻഡ്രിയാസ് വെസാലിയസ് ആണ്. അടുത്തത്, ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വോൺ ലുവൻഹോക്ക് ആണ്. ജീവനുള്ള കോശം, ലിവിങ് സെല്ല് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആന്റൺ വോൺ
ലുവൻഹോക്കാണ് ജീവനുള്ള കോശം ആദ്യമായിട്ട് കണ്ടെത്തിയത്. അടുത്തത് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സെൽ തിയറി കോശ സിദ്ധാന്തം ഫോർമുലേറ്റ് ചെയ്ത് ആരൊക്കെയാണ്? MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ആവിഷ്കരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും അല്ലെ. ഷ്വാൻ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഷ്വാൻ സെല്ലുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. 1831 റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. അടുത്തത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ഷ്ലീഡൻ ആണ് കേട്ടോ. MJ ഷ്ലീഡൻ 1838 എന്താണ് കണ്ടെത്തിയത്? സസ്യശരീരം പ്ലാന്റ് ബോഡീസ് കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. ഇനി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതോ? തിയോഡർ ഷ്വാൻ ആണ് 1839. ഓക്കെ, അപ്പോൾ 1838 MJ ഷ്ലീഡൻ സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് കണ്ടുപിടിച്ചു. ഒരു വർഷം കഴിഞ്ഞ് 1839 തിയോഡർ ഷ്വാൻ എന്ത് കണ്ടുപിടിച്ചു? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ഓക്കെ, അടുത്തത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത്. റൂഡോൾഫ് വിർഷോ ആണ് കേട്ടോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത്. അതായത് സെൽ ഡിവിഷൻ അല്ലേ ഓൾറെഡി ഉള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചത് റൂഡോൾഫ് വിർഷോ ആണ്. അടുത്തത് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റുകൾ, മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും മെഗ്നീഷ്യവുമാണ് കോശഭിത്തിയിൽ സെൽ വോളുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. അടുത്തത് അടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു പാളിയാണ് മിഡിൽ ലമെല്ല എന്ന് പറയുന്ന പാളിയാണ് അടുത്തുള്ള കോശങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത്. മിഡിൽ ലമെല്ല. ഓക്കെ, അടുത്തത് കോശസ്തരത്തിന്റെ ഘടനയെക്കുറിച്ച് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. കോശസ്തരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത് SJ സിംഗർ, ഗാർത്ത് L നിക്കോൾസൺ 1972 കേട്ടോ. സിംഗറും നിക്കോൾസണുമാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ, കോശസ്തരത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അവതരിപ്പിച്ചത്. ഓക്കെ, സിംഗറും നിക്കോൾസണും 1972. അടുത്ത ചോദ്യം, മൈറ്റോകോൺട്രിയയുടെ ആന്തര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. മാട്രിക്സ് ആണ് മൈറ്റോകോൺട്രിയയുടെ ആന്തര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം. മൈറ്റോകോൺട്രിയ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ, ദ പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്നത് അല്ലേ. സെല്ലിന്റെ കോശങ്ങളുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ ആന്തര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം മാട്രിക്സ് ആണ്. അടുത്തത് മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മെട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ ക്രിസ്റ്റയാണ് കേട്ടോ. ക്രിസ്റ്റേകളാണ് മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്ന് മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ കേട്ടോ. മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങൾ, ആ ഒരു കീവേഡ് ഓർത്ത് വെച്ചാൽ മതി. മൈറ്റോകോൺട്രിയയിൽ മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ക്രിസ്റ്റേകൾ എന്ന് പറയുന്നത്. അടുത്തത് മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് കാൾ ബെൻറെ ആണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് കാൾ ബെൻറെ ആണ്. അടുത്ത ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. വാക്യൂൾ എന്നും പറയും കേട്ടോ. എന്താണ് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം. അതായത് ഫേനം അല്ലെങ്കിൽ വാക്യൂള് പൊതിഞ്ഞിരിക്കുന്ന ലെയർ എന്താണ്? ടോണോപ്ലാസ്റ്റ് കേട്ടോ. ടോണോപ്ലാസ്റ്റ് കൊണ്ടാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂള് പൊതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയ. ഓട്ടോഫാഗി എന്നാണ് ആ പ്രക്രിയയുടെ പേര്. ഓട്ടോഫാഗി എന്ന് പറയുന്ന ഒരു നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. നമ്മുടെ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള അതായത് ഈ റിപ്പയർ ചെയ്യേണ്ട കോശങ്ങളൊക്കെ നശിച്ച് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് പുതിയ കോശങ്ങൾ, നല്ല കോശങ്ങൾ ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മളിപ്പോൾ പലരും
നമ്മളിപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, നോമ്പൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 16 മണിക്കൂറിൽ കൂടുതലൊക്കെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓട്ടോഫാഗി പ്രവർത്തനം തുടങ്ങും എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ മോശം കോശങ്ങളൊക്കെ നശിച്ച് നല്ല പുതിയ സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. അത് ലൈസോസോമാണ് ഇത് നടത്തുന്നത്. ഓക്കെ, ലൈസോസോം കണ്ടുപിടിച്ചത് ക്രിസ്ത്യൻ ഡി ഹ്യൂവ് ആണ് ലൈസോസോം കണ്ടുപിടിച്ചത്. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി സ്കൂട്ടോയിഡ് ആണ് കേട്ടോ. അപ്പോൾ സ്കൂട്ടോയിഡ് ആകൃതിയിലുള്ള കോശങ്ങളെയാണ് മനുഷ്യത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ സ്കൂട്ടോയിഡ് എന്ന് പറയുന്ന ആകൃതി നമ്മുടെ പ്രിസം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത പോലെ, ഇങ്ങനെ പിടിച്ച് തിരിച്ച പോലെ ഇരിക്കും. പ്രിസം ഷേപ്പ് അറിയാലോ അല്ലേ, പ്രിസത്തിന്റെ ഷേപ്പ് അതിങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച പോലെ പിടിച്ച് ട്വിസ്റ്റ് ചെയ്ത പോലെ ഇരിക്കും. അതാണ് സ്കൂട്ടോയിഡ് എന്ന് പറയുന്ന ഷേപ്പ്. അപ്പോൾ നോർത്ത് വെച്ചേക്കുക, സ്കൂട്ടോയിഡ് എന്ന് പറയുന്ന ഷേപ്പാണ് കേട്ടോ, ഷേപ്പ്. അടുത്തത്, ഏകകോശ ജീവികളിൽ പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്ന കോശ വിഭജന രീതി ക്രമഭംഗമാണ് കേട്ടോ. അതായത് യൂണിസെല്ലുലർ ഓർഗാനിസത്തിൽ, ഒറ്റ കോശമുള്ള ഒറ്റ സെല്ലുള്ള ഓർഗാനിസത്തിൽ, ജീവികളിൽ പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷന് സഹായിക്കുന്ന കോശ വിഭജന രീതിയാണ് ക്രമഭംഗം. ഓക്കെ, അടുത്തത്, നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി. നാവിന്റെ ചലനം, നമ്മുടെ നാക്ക്, ടങ്ക്, നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി, നെർവ് ഏതാണ്? ഹൈപ്പോഗ്ലോസൽ നാഡിയാണ് കേട്ടോ. ഹൈപ്പോഗ്ലോസൽ നെർവാണ് നമ്മുടെ നാവിന്റെ ചലനവുമായിട്ട്, നാവിന്റെ ചലനത്തിന് സഹായിക്കുന്ന നെർവ്, ഹൈപ്പോഗ്ലോസൽ നാഡി. നാവിനെ ബാധിക്കുന്ന രോഗം റെഡ് ബീഫി ടങ് എന്ന് പറയുന്ന ഒരു രോഗം നാവിനെ ബാധിക്കുന്ന രോഗമാണ്. ഇതിനെ ഗ്ലോസിറ്റിസ് എന്നും പറയാറുണ്ട്. റെഡ് ബീഫി ടങ്, നമ്മുടെ നാക്കൊക്കെ ചുമന്ന ഒരുമാതിരി ഇങ്ങനെ ചുമന്ന വ്രണമൊക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അത് റെഡ് ബീഫി ടങ്. അടുത്തത്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, നേസൽ ബ്ലീഡിംഗ് അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് ആണ് കേട്ടോ. നേസൽ ബ്ലീഡിംഗ്, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം. അടുത്തത്, ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ, മണം, നമുക്ക് സ്മെല്ല്, ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥ, അതിനെയാണ് അനോസ്മിയ എന്ന് പറയുന്നത്. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ എന്ന് പറയുന്നത്. അടുത്തത്, ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ, നമ്മുടെ സ്കിന്നിലേക്കൊക്കെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത് എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ്. നമ്മളിപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ കാണാറുണ്ടല്ലേ, കെരാറ്റിൻ ട്രീറ്റ്മെന്റ്, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്, എപ്പിഡെർമിസിലെ കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് ത്വക്കിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയുന്നത്. അടുത്തത്, ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ, നമ്മുടെ സ്കിന്ന്, ത്വക്കെന്ന് പറഞ്ഞാൽ സ്കിന്നാണ് കേട്ടോ. സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ്, കാൻഡിഡിയാസിസ്, മെലനോമ, പാണ്ട്, എക്സിമ കേട്ടോ. ഈ വാക്കുകളൊന്ന് ഓർത്ത് വെച്ചേക്ക്. ഇതെല്ലാം ഇപ്പോൾ ഓട് വൺ ഔട്ടായിട്ട് ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡെർമറ്റൈറ്റിസ് ഉണ്ട്, കാൻഡിഡിയാസിസ് ഉണ്ട്, മെലനോമ ഉണ്ട്. മെലനോമ എന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസർ ആണ്. പാണ്ടുണ്ട്, എക്സിമ, ഇതൊക്കെ എന്താണ്? സ്കിന്നിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ജീവശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള 100 ഫാക്റ്റുകളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രധാനമായി ഈ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും വരുന്നത്. പലതും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മൈമിൻറ്റർ PSC ആപ്പിനകത്ത് ഈ SCERT ചോദ്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.